ശരി, ശ്രീ ആർ വി ബാബു, ഇവിടെ മതം മാറ്റത്തിനും പച്ചക്കൊടി എന്ന് പറഞ്ഞ് ജന്മഭൂമിയുടെ ഒരു പഴയ ലേഖനം ഇപ്പോൾ സൈബർ സ്പേസിൽ ഓടുന്നുണ്ട്. 2012 ജൂലൈ 20 ജന്മഭൂമി എന്ന് പറയുന്നത് നിങ്ങളുടെ പത്രമാണെന്ന് അറിയാലോ അല്ലേ? അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? അതിൽ പറയുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് മതം മാറ്റാൻ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്രിസ്തുമതത്തിലേക്കുള്ള മാറ്റത്തിന് പണമാണ് മുഖ്യമെങ്കിൽ ഇസ്ലാമിലേക്ക് പണത്തോളം പ്രണയമുണ്ട്. അന്ന് എഴുതിയാണ് കേട്ടോ ഇത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം ക്രിസ്ത്യൻ സംഘടനകൾക്ക് 450 കോടി രൂപ വന്നെന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ അത് എത്രയായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ പണം എങ്ങനെ ചെലവഴിക്കും തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമോ അധികാരപരിധിയിലോ വരുന്നതല്ലെന്ന് ന്യായം പറഞ്ഞേക്കാം. പക്ഷേ കേരള സർക്കാർ ഉത്തരവാദിത്തമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. താഴെ പറയുന്ന ഏറ്റവും കൂടുതൽ വിദേശ പണം എത്തിയിരിക്കുന്നത് കെ പി യോഹന്നാന്റെ തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യക്കാണ്. 159 കോടി 91,67,620 രൂപയാണ് ഒരു വർഷം മാത്രം യോഹന്നാന്. 195 കോടി രൂപ പത്തട്ടയ്ക്ക് വന്നു. 11 NGO-കൾക്കാണ് ഈ പണം വന്നിരിക്കുന്നത്. എല്ലാം ക്രിസ്ത്യൻ സംഘടനകൾക്കാണ്. 39 കോടി രൂപ എത്തിയ കോഴിക്കോട് 2ാം സ്ഥാനത്തും 23 കോടി രൂപ വിദേശത്ത് നിന്നെത്തിയ തൃശ്ശൂർ 3ാം സ്ഥാനത്തുമാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. ആ കൂട്ടത്തിൽ പറഞ്ഞു വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരിടത്ത് കേരളത്തിൽ മിശ്രവിവാഹം അനുവദനീയമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്താണ് മിശ്രവിവാഹം എന്നുകൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. മതം മാറി വിവാഹം നടത്തുന്നത് മിശ്രവിവാഹത്തിന്റെ ഗണത്തിൽ പെടുമോ? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാകും. തൊട്ടടുത്തിരിക്കുന്ന ചീഫ് വിപ്പ് PC ജോർജ് ഉമ്മൻചാണ്ടിയുടെ വലംകൈയാണല്ലോ. വലിയ വായിൽ വർത്താനം പറയുന്ന PC ജോർജിന്റെ മകൻ വിവാഹം ചെയ്തത് ജഗദീഷ് ശ്രീകുമാറിന്റെ മകളെ മതം മാറ്റിയ ശേഷമാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതിനെ മിശ്രവിവാഹമായി കണക്കാക്കാമോ? ജന്മഭൂമിയുടെ ഈ ലേഖനം താങ്കൾ വായിച്ചതായിരിക്കുമല്ലോ ശ്രീ അറിവ്, അല്ലെങ്കിൽ അയച്ചു തരാം. എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും രണ്ട് വിഷയമാണ് ഹാഷ്മി. ഇവിടെ എന്താണ് വിഷയം? മതം മാറി വിവാഹം കഴിക്കുന്നു, ഇപ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം മതം മാറുന്നു എന്നുള്ളത് ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മതം മാറ്റം എന്നുള്ളത് സംഘപരിവാർ സംഘടനകൾ വലിയ തോതിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. അത് ക്രിസ്ത്യൻ മിഷണറി സംഘടനകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സംഘടനകൾ നടത്തുന്ന മതം മാറ്റത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പല്ലേ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കേന്ദ്രം റെയ്ഡ് ചെയ്ത് 2,500 കോടി രൂപ പിടിച്ചെടുത്തത്. അപ്പോൾ നടക്കുന്നുണ്ട്. അതിനോടുള്ള പ്രതിഷേധങ്ങളും കോടികൾ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തേക്ക് മതപരിവർത്തനം ഒഴുകുന്ന നിലപാട് നമ്മൾ ആദ്യം തന്നെ ലവ് ജിഹാദ് എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് ലവ് ജിഹാദ്? മറ്റ് മതം, ഒരു ക്രിസ്ത്യൻ യുവാവ് ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, വിവാഹത്തിന് ശേഷം കുറേ കഴിയുമ്പോൾ മതം മാറുന്നു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം മിശ്ര വിവാഹങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പ്രശ്നം എന്താണ്? വിവാഹത്തിന് മുന്നോടിയായിട്ട് മതം മാറ്റം നടത്തുന്നു. ആ മതം മാറ്റത്തിന് സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ ആ കുട്ടിയെ പ്രണയക്കെണിയിൽപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. എന്താണ് ഷെഹൻഷാ കേസ്? ഇവിടെ നേരത്തെ അമീർ പറഞ്ഞില്ല, എന്താ ഷെഹൻഷാ കേസ്? ഷെഹൻഷാ കേസ് ആരുടെയെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തതിനുണ്ടായ കേസല്ലല്ലോ. ഷെഹൻഷാ കേസ് എന്ന് പറയുന്നത് 2 പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ആ കുട്ടികൾ കൊടുത്ത ഒരു മൊഴിയുണ്ട്. അതൊന്ന് വായിക്കണം. ചങ്ക് തകരുന്ന മൊഴിയാണ്. ആ കുട്ടികളെ അതിനുവേണ്ടി മതം പഠിപ്പിക്കുകയും മതത്തിൻ്റെ ഉസ്താദുമാരുടെ വീഡിയോ കൊടുക്കുകയും അതിനുവേണ്ടി വളരെ ബോധപൂർവം മതം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ലൈംഗികമായി ചൂഷണം ചെയ്ത് അത് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ നഗ്നമായ ചിത്രമാണ് ഹൈക്കോടതിയിൽ വെളിവാക്കപ്പെട്ടത്. അതിന്റെ തുടർന്നാണ് ശങ്കരന്റെ വിധി ഉണ്ടായത്. അല്ലാതെ ആരുടെയെങ്കിലും വെബ്സൈറ്റിലെ എന്തെങ്കിലും വീഡിയോ കണ്ടത് നടത്തിയിട്ടുള്ള വിധിന്യായമല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആളും ആ പെൺകുട്ടികളും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് സമാധാനമായിട്ട്. ഞാൻ പറയട്ടെ, ശങ്കരന്റെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടത്തി പോലീസ് കൊടുത്ത റിപ്പോർട്ട് സമാധാനമായിട്ടാണോ അല്ലേന്നുള്ളത് ഹാദിയോട് ചോദിക്കണം. അന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ കല്യാണം എവിടെ എത്തി? സുപ്രീം കോടതിക്ക് മനസ്സിലാവാത്തതാണോ ഇതൊക്കെ? NIAക്ക് മനസ്സിലാവാത്തതാണോ? അറിയാവുന്ന എവിടെ എത്തി? അല്ല, അതിനുശേഷമാണ് സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ്. നിങ്ങൾക്ക് അതിനുശേഷം ബാബു, ദേശീയ അന്വേഷണ ഏജൻസി താങ്കൾക്ക് വിശ്വാസക്കുറവുണ്ടോ? ദേശീയ അന്വേഷണ ഏജൻസി താങ്കൾക്ക് വിശ്വാസക്കുറവുണ്ടോ? അല്ല, ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷിക്കുന്നത് എന്താണ്? അല്ലല്ല താങ്കൾ തെറ്റിദ്ധരിക്കുക. അല്ലല്ല അറിവ് ബാബു, താങ്കൾ കള്ളം പറയാ. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് താങ്കളുടെ നിയമപരമായ കോയിനേജ് അല്ല. ഇത്തരത്തിൽ കോൺസ്പിറസി ഉണ്ടോ? ഇത്തരത്തിൽ ദേശീയവും അന്തർദേശീയവും മാനങ്ങൾ ഇതിനുണ്ടോ? ലവ് ജിഹാദ് എന്ന പേരിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു അജണ്ട പുറത്ത് മതം മാറ്റുന്നുണ്ടോ എന്ന കാര്യം വളരെ വിശദമായി അന്വേഷിച്ചു ദേശീയ അന്വേഷണ ഏജൻസി. ഞാൻ അങ്ങനെ അയച്ചുതരാം സുപ്രീം കോടതി വിധി. ശരി, ഞാൻ പറഞ്ഞു വരട്ടെന്നേ. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? വിക്റ്റിമായി കഴിഞ്ഞ ഒരു പെൺകുട്ടി
ആ പെൺകുട്ടി പിന്നീട് എന്താ അത് ബ്ലാക്ക് മെയിലിനും ബ്രെയിൻ വാഷിനും ഇടയായിട്ട് ആ കുട്ടികൾ അവരുടെ മാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാളോടും അവർ നടന്ന സംഭവങ്ങൾ പറയാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ പറയാൻ തയ്യാറായ അപൂർവ സംഭവങ്ങളാണ്. അതാണ് ഷെഹൻഷാ കേസിൽ വന്ന 2 പെൺകുട്ടികളുടെ വിഷയം. ഇവിടെ വിക്ടിമായിട്ടുള്ള പെൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നിങ്ങൾ അവരെ കാണുമോ? നിങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്യുമോ? ഞാൻ ഹാഷ്മിയോട് വെല്ലുവിളിക്കുക. ഇവിടെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ആർഷവിദ്യാസമാജത്തിലെ പെൺകുട്ടികളുണ്ട്. അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്, അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യാത്തത്? അവർ പെൺകുട്ടികളല്ലേ, അവരനുഭവിച്ച കാര്യങ്ങളല്ലേ അവർ പറഞ്ഞത്. വേണ്ടി അവർ ശ്രമിച്ചതിന്റെയും ഒക്കെ പച്ചയായ നിങ്ങൾ ആര്യ സമാജത്തിൽ പറയുന്ന ഏതെങ്കിലും കുട്ടി പറഞ്ഞത് കേട്ടാ പറ്റുമോ? അറിവ് നമ്മുടെ മുന്നിലുള്ള സാറേ, അറിവ് എന്താന്ന് പറയുന്നത്? അങ്ങെന്താ പറയുന്നത്? നമുക്ക് ആധികാരിക മുഖവിൽ എടുക്കാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ആധികാരിക മുഖവിൽ എടുക്കാൻ പറ്റുന്ന എന്താണ്? രാജ്യത്തിന്റെ സുപ്രീം കോടതി. രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണോ? രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണോ? നമ്മുടെ പ്രീമിയർ അന്വേഷണ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയാണോ? നമ്മുടെ കോടതികളാണോ? നമ്മുടെ അന്വേഷണ ഏജൻസികളാണോ? നമ്മുടെ പാർലമെന്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ഇല്ല എന്ന് പറയും താങ്കൾ പറഞ്ഞ ഉണ്ടെന്ന് എങ്ങനെയാ വരിക ആർവി ബാബു? ലവ് ജിഹാദ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാത്തോടത്തോളം ഒരു കോടതിക്കും ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചെയ്യാത്തോടത്തോളം ഒരു കോടതിക്കും ഒരു നിയമ സംവിധാനത്തിനും ആർവി ബാബു കെ ടി ശങ്കറിന്റെ 8 ചോദ്യങ്ങൾ എന്തൊക്കെയാ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആർവി ബാബു കെ ടി ശങ്കറിന്റെ 8 ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഈ പറഞ്ഞ ലവ് ജിഹാദിന്റെ കോയിനേജ് പിടിച്ച് പറയല്ലേ. കെ ടി ശങ്കറിന്റെ 8 ചോദ്യങ്ങൾ ലവ് ജിഹാദിന്റെ കോയിനേജ് അല്ല. സുപ്രീം കോടതി ദേശീയ അന്വേഷിക്കാൻ പറഞ്ഞത് ലവ് ജിഹാദിന്റെ കോയിനേജ് അല്ല. ഇതിന്റെ വിശദമായി ഇപ്പം കർണാടകയിലെ SIT അന്വേഷിച്ചത് 27,000 രൂപ കേസാ. ഈ കോയിനേജ് അല്ല. അറിവ് ബാബു ഇല്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു കൊടുത്തു. അല്ല, നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭയിലെ നേതാക്കന്മാര് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ക്രൈസ്തവ സഭ പറയുന്നുണ്ടോന്ന്. ക്രൈസ്തവ സഭയിലെ നേതാക്കന്മാര്, ബിഷപ്പുമാര് അവർ പരസ്യമായിട്ട് രംഗത്ത് വന്നത് എന്തായിരുന്നു? ജാഗ്രത. എത്രയോ കാലം മുമ്പ്, ഈ PC ജോർജ് പറയുന്നതിന് മുമ്പ് തന്നെ 2012 മുതൽ അല്ലെങ്കിൽ 2009 മുതൽ ക്രൈസ്തവ സഭ ഈ വിഷയത്തിൽ ജാഗരൂകരാകാൻ ആവശ്യപ്പെടുന്നില്ലേ? അവരുടെ കുട്ടികളെ ഒരു ഈ ലവ് ജിഹാദിനെതിരെ അണിനിരക്കാൻ പറയുന്നില്ലേ? ഈ കല്ലറങ്ങാട്ട് പിതാവ് തന്നെയല്ലേ ഇവിടെ ഈ ക്രൈസ്തവ സഭയിലെ നേതാക്കൾ കള്ളം, സംഘപരിവാറിന്റെ ആൾക്കാർ പറയുന്നത് കള്ളം, ഈ ഇസ്ലാമിക തീവ്രവാദികൾ സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ആർവി ബാബു, സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ആണോ? സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ദേശീയ അന്വേഷണ ഏജൻസി ഇസ്ലാമിക തീവ്രവാദികളാണോ? ജേക്കബ് പുന്നൂസ് ഇസ്ലാമിക തീവ്രവാദിയാണോ? ലോക്നാഥ് ബെഹ്റ ഇസ്ലാമിക തീവ്രവാദിയാണോ? അന്വേഷണ അസംഖ്യം ഏജൻസി ഇസ്ലാമിക തീവ്രവാദികളാണോ? ഹൈക്കോടതിയിലെ DGP അല്ല, കർണാടക സ്റ്റേറ്റിലെ DGP ഇസ്ലാമിക തീവ്രവാദിയാണോ? എന്തു അറിവ് പറയുന്നേ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാം. എന്നാ ഞാൻ പറയാം. ഇത്തരത്തില് അല്ലല്ല ഹാഷ്മി, നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി പോകല്ലേ. ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതുകൊണ്ടാണ് മധ്യപ്രദേശിൽ നിയമം ഉണ്ടായത് സാർ. ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൽ നിയമം ഉണ്ടായത് സാർ. ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് നിയമം ഉണ്ടായത്. നിങ്ങൾ ഈ മതമാറ്റം ഉണ്ടാവുന്നുണ്ട്. മതം മാറ്റം പല മതങ്ങളിൽ നിന്ന് പല മതങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിലെ കണക്കെടുത്താൽ ഏതാണ്ടൊക്കെ ആനുപാതികമാണ്. ഹിന്ദു മതത്തിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഈ പറഞ്ഞ വേറെ സംഭവം. മതം മാറ്റത്തിനൊക്കെ മതം മാറ്റം അല്ല ആർവി ബാബു, രാജ്യത്ത് മതം മാറ്റം ഉണ്ടാവുന്നുണ്ട്. രാജ്യത്ത് മതം മാറ്റം ഇതുവരെ നിയമവിരുദ്ധമല്ല. രാജ്യത്ത് മതം മാറ്റം ഇതുവരെ നിയമവിരുദ്ധമല്ല. അത് പല മതങ്ങളിൽ നിന്ന് പല മതങ്ങളിലേക്ക് കാലാകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കണക്കെടുത്താൽ ഏതാണ്ട് ആനുപാതികമാണ് താനും. ആർവി ബാബു, താങ്കൾ പറഞ്ഞ ഓക്കെ. ഇപ്പൊ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന മതം മാറ്റ പ്രശ്നമാണെങ്കിൽ അത് അവിടുത്തെ രാഷ്ട്രീയ തീരുമാനമല്ലേ? അത് അല്ല, രാഷ്ട്രീയ തീരുമാനമല്ല. നിയമപരമായിട്ട് ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ നടപ്പാക്കിയ നിയമം തന്നെയാണത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി നിരോധിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാഹുൽ ഈശ്വർ എല്ലാത്തിനെയും UCC-യുമായിട്ട് ബന്ധിപ്പിച്ച പറയാറ്. ഈ UCC എന്നുള്ളതിന് രാഹുൽ ഈശ്വറിനെ വിടാതെ പിടികൂടിയിട്ടുള്ള ഒരു ദുർഭൂതമാണ്. അതിന് അദ്ദേഹം ശ്രീ ഗുരുജിയൊക്കെ ഉദാഹരിക്കും. ഞാൻ രാഹുൽ ഈശ്വറിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ രാഹുൽ ഈശ്വർ ശബരിമല വിഷയം പോലും UCC-ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വറെ, ഗുരുജി ഗോൾവൽക്കർ ഒരുപാട് കാര്യങ്ങളിൽ പല ഭാഷാ സംസാരങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. UCC-യുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
RSSനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി എല്ലാ കാര്യത്തിലും അന്തിമമായിട്ടുള്ള നിർണയം എന്ന് പറയുന്നത് അതിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയാണ്. അഖില ഭാരതീയ പ്രതിനിധി സഭ അതെടുക്കുന്ന തീരുമാനമാണ് RSSന്റെ അന്തിമമായ തീരുമാനം. ആ അഖില ഭാരതീയ പ്രതിനിധി സഭ പലതവണ രാജ്യത്ത് കോമൺ സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് RSSനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കറുടെ പേര് പറഞ്ഞ് എല്ലാ തവണയും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അല്ല ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. ഈ ആസൂത്രിതമായി മതതീവ്രവാദികൾ മതം മാറ്റി പെൺകുട്ടികളെ മതം മാറ്റത്തിന് വേണ്ടി പ്രണയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. ഇവിടുത്തെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടല്ല. ശരി, ഉറപ്പായും രാഹുൽ ഈശ്വർ ആർവി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം വെച്ച് അത് ഉന്നയിക്കുന്ന ആരോപണം അദ്ദേഹത്തിന് ഉന്നയിക്കണം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആരോപണം ആർക്കും ഉന്നയിക്കാമല്ലോ. അപ്പൊ ആരോപണം ഉന്നയിച്ചാലും ശ്രീ രാഹുൽ ഈശ്വർ അതിന് തെളിയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഉണ്ടാവേണ്ട ഈ രാജ്യത്ത്. ഞാൻ പറയുന്നത് സുപ്രീം കോടതിയോ ഏതെങ്കിലും നിയമ സംവിധാനങ്ങളോ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ ആരെങ്കിലും പറയണ്ടേ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. രാഹുൽ പറയൂ. എനിക്ക് ഒരു മിനിറ്റ് തരണം. നമ്മൾ വ്യത്യസ്ത കോണിൽ നിൽക്കുന്ന ഇവിടുത്തെ 4 പേരും യോജിക്കുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും യോജിക്കുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, നിർബന്ധിത മതപരിവർത്തനം ഉണ്ടോ? ചരിത്രത്തിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് മഹാത്മാഗാന്ധിയുടെ മകനായ അവതാര പുരുഷനായ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ ഗാന്ധിയെ നിർബന്ധിത മതപരിവർത്തനം വഴി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്താണ് തെളിവ്? സാക്ഷാൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു തെളിവ് ഉണ്ടല്ലോ. ടൈംസ് ഓഫ് ഇന്ത്യക്ക് അദ്ദേഹം എഴുതിയ എഴുത്തിൽ ഇവൻ സ്വാർത്ഥ ലാഭങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് മതം മാറുന്നതെന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ 3 പെൺകുട്ടികൾ, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മറിയം അടക്കമുള്ളവർ പോയിട്ടുണ്ട്. ആർഷവിദ്യാ സമാജത്തിലെ ശ്രുതി അടക്കമുള്ളവർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 1 കോടിയിൽ 1, 1 ലക്ഷത്തിൽ 1, 0.0001% നടക്കുന്നുണ്ട്. പക്ഷെ ആ 3 കുട്ടികളുടെ കാര്യം 32,000 ആണ് എന്ന് കള്ളം പറയുമ്പോഴാണ് കേരള സ്റ്റോറി ഉണ്ടാകുന്നത്. ആ കള്ളമാണെന്ന് തന്നെ പറയണം. 3 പേരുടെ കാര്യം നമ്മൾ മറച്ചു വെക്കണ്ട. പക്ഷെ 32,000 എന്നുള്ളത് പച്ച കള്ളമാണ്. നേരത്തെ ഒരുപാട് പേര് ഹാദിയ എന്ന് പറഞ്ഞല്ലോ. ആ കേസിൽ ആക്റ്റീവായി ഇടപെട്ടൊരു വ്യക്തിയാണ് ഞാൻ. അമീൻ ഓർക്കേണ്ട കാര്യം, ഹാദിയയ്ക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ 77 ലക്ഷം രൂപ കപിൽ സിബലിന് കൊടുത്തു. രാഹുൽ ഈശ്വർ സ്വന്തം കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശിട്ടാണ് അഖില ഹാദിയെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ അന്ന് ജോസഫൈൻ മാഡം ഉണ്ടായിരുന്നു വനിതാ കമ്മീഷനിൽ. ഞാൻ മാഡത്തെ പോയി കണ്ടു. പറയട്ടെ സാർ, ഞാൻ 1 മിനിറ്റ് അല്ലേ ചോദിച്ചുള്ളൂ. പറയട്ടെ സാർ, അങ്ങ് കേൾക്കൂ. ഞാൻ റിപ്പോർട്ട് അയച്ചുതരാം. അറിവ് അങ്ങ് വായിച്ചിട്ട് ഞാൻ വായിക്കും. രാഹുൽ സാർ, അത് കളയൂ. എന്റെ ഒരു നിലപാട് വെക്കാൻ അവസരം തരൂ. ഈ അഖില ഹാദിയയുടെ കേസടക്കം നമ്മൾ ദുരുപയോഗം ചെയ്തിട്ട് കാര്യമില്ല. അഖില ഹാദിയ മതം മാറി ആദ്യം പോയി, അതിനുശേഷമാണ് കല്യാണം നടന്നത്. എന്നാൽ നിമിഷ ഫാത്തിമയുടെ വിഷയം അങ്ങനെയല്ല. ഈ അഖില ഹാദിയയുടെ കേസിൽ ഇരുപക്ഷത്തുനിന്നും ഒരുപാട് ചീത്ത കേട്ട് ഇന്നും ചീത്ത കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അമീൻ അറിയാൻ വേണ്ടി പറയുകയാണ്, അഖില ഹാദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വധഭീഷണി ഉണ്ടായി. ഒരു തീവ്ര സമയം തരുമെങ്കിൽ ഞാൻ അങ്ങേ വിമർശിച്ചത് ഹാദിയയുടെ വിഷയത്തിലല്ല. ഞാൻ അങ്ങേ വിമർശിക്കുന്നത് 2015 പ്രവർത്തിക്കുന്ന സംഘടനയുണ്ടല്ലോ സോളിഡാരിറ്റി. അമീനെ കേൾക്കൂ. അമീന് സമയം കിട്ടും. സോളിഡാരിറ്റി നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിച്ചാൽ മതി. ഞാൻ ഗസ്റ്റായി പങ്കെടുക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിലാണ് കേരളത്തിൽ ആദ്യമായി ഐസിസ് ത്രെറ്റ് ഉണ്ടാകുന്നത്. ഒരു ഹിന്ദു വിശ്വാസിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യമായിട്ടുണ്ടാകുന്നത് എനിക്കാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് ഒന്ന് പറയണ കേൾക്കാനുള്ള മര്യാദ കാണിക്കൂ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ബാലൻസ്ഡ് ആയിട്ട് കാണണം. നിർബന്ധിത മതപരിവർത്തനങ്ങൾ 1 ലക്ഷം രൂപ പോപ്പുലർ ഫ്രണ്ടുകാർക്കുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും കല്യാണം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ തീവ്ര വലതുപക്ഷക്കാരും തീവ്ര ഇസ്ലാമിസ്റ്റുകളും അവരുടെ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പെൺകുട്ടികളുടെയും നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും ജീവിതം വെച്ച് വടം വലിക്കുകയാണ്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്. തീവ്ര ഇസ്ലാമിസം എന്നൊരു കാര്യമുണ്ട്. നിർബന്ധിത മതപരിവർത്തനമുണ്ട്. പക്ഷേ അത് 1 ലക്ഷത്തിൽ 1, 10 ലക്ഷത്തിൽ 1. അതിനെ 32,000 എന്ന് കേരള സ്റ്റോറിയിലൂടെ കള്ളം പറയേണ്ട ആവശ്യം നമുക്കില്ല. സെൻസിറ്റീവ് ആക്കാൻ അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയൊരു ആശങ്കയുണ്ട്. അവരുടെ ജനസംഖ്യ കുറയുന്നതിന് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്ക തിരിച്ചറിഞ്ഞതിനെ പരിഹരിക്കാൻ മറുപടി പറയാൻ സമയം